നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. SSLC കഴിഞ്ഞവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്നാരോപിച്ച മന്ത്രി സജി ചെറിയാനെ തിരുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ നിരീക്ഷണം വസ്തുതാവിരുദ്ധമാണ്. അക്കാദമിക് മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സജി ചെറിയാൻ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന് KSU ആവശ്യപ്പെട്ടു. 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം. ആരെങ്കിലും തോറ്റാൽ സർക്കാർ പരാജയമെന്നാണ് പറയുക. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിലപാട് നമ്മൾ എടുക്കാൻ പോവാം. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ. പശുക്കളെ കണ്ട ഇപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ഇസ് തന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കൊണ്ട്. SSLC കഴിഞ്ഞവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ നടത്തുകയാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രസംഗം മൊത്തത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാനുള്ള അഭിപ്രായ പ്രകടനമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. 24 തിരുവനന്തപുരം. രാജ്യത്ത് നാളെ പുതിയ ശിക്ഷാ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിലാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റങ്ങൾക്ക് കർശന ശിക്ഷയാണ് പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ രാജ്യദ്രോഹത്തിനുൾപ്പെടെ നൽകിയ വ്യാഖ്യാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്ക മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവ പരിഷ്കരിച്ചാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷ, ഭാരതീയ സാക്ഷി നിയമം എന്നീ പേരുകളുള്ള നിയമങ്ങൾ ഏർപ്പെടുത്തുന്നത്. 2023 ഓഗസ്റ്റിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ നിയമങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള വകുപ്പുകൾ ചേർത്ത പുതിയ അധ്യായം ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആണ് ശിക്ഷ. വിവാഹം, തൊഴിൽ വാഗ്ദാനം, സ്ഥാനക്കയറ്റം എന്നിവയുടെ പേരിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും കുറ്റകരമാണ്. ആൾക്കൂട്ട കൊലപാതകം, വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവ കൊലക്കേസിലെ പ്രത്യേക വിഭാഗങ്ങളായി മാറ്റി. എല്ലാ കേസുകളിലെയും അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും നിയമം അനുശാസിക്കുന്നു. എന്നാൽ പുതിയ നിയമങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. സുപ്രീം കോടതി റദ്ദാക്കിയ 124A രാജ്യദ്രോഹ കുറ്റം കൂടുതൽ ശക്തമായ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി ഭാരതീയ ന്യായ സംഹിതയിൽ 152ാം വകുപ്പായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഇത് ദുരുപയോഗിക്കുമെന്നാണ് ആശങ്ക. ഡിജിറ്റൽ തെളിവായി ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുക്കാൻ അന്വേഷണ ഏജൻസിക്കുള്ള അധികാരം മാധ്യമപ്രവർത്തകരുടെ അടക്കം സ്വകാര്യതാ ലംഘനത്തിന് വഴിവെക്കും. ക്രിമിനൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം ഇല്ലാതാകുന്നത് വിചാരണ കോടതികളിലും മറ്റും ആശയക്കുഴപ്പത്തിനും വഴിവെക്കുമെന്നതും മറ്റൊരു പ്രശ്നമാണ്. ന്യൂസ് ഡെസ്ക് 24. മുംബൈ ലോണാവാലയിലെ ബുഷി ഡാമിൽ വീണ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. വിനോദസഞ്ചാരത്തിനെത്തിയ 5-അംഗ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ബുഷി ഡാം പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ മഴക്കാലത്ത് ഡാം നിറഞ്ഞു ഒഴുകുന്ന സമയത്ത് അത് കാണാനായി സഞ്ചാരികൾ എത്താറുണ്ട്. പക്ഷേ ഈ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നുള്ള സാഹസത്തിന് പലരും മുതിരും. അതാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് പലപ്പോഴും നയിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല ബുഷി ഡാമിനെ സംബന്ധിച്ചിടത്തോളം. ഈ കനത്ത മഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുകയും വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമാവുകയും ചെയ്തു. ഇതോടെയാണ് ഒരു കുടുംബം, പൂനെയിൽ നിന്നുള്ള ഒരു കുടുംബം ഈ വെള്ളത്തിന്റെ നടുക്ക് തന്നെ പെട്ടുപോകുന്നത്. ഒരു പുരുഷനടക്കം 8ഓളം പേർ ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. അതിൽ 4 പേരാണ്, 4 കുട്ടികളും ഒരു സ്ത്രീയും അടക്കം 5 പേരെയാണ് കാണാതായത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ രക്ഷിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞു. ഈ 4 പേരിൽ ഇപ്പോൾ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 2 കുട്ടികളെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യുന്നു. ഏതായാലും അതീവ ദുഃഖകരമായ ദൃശ്യങ്ങളാണ്. ചുറ്റും കൂടി നിന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയ അവസ്ഥ. ജീവന് വേണ്ടി അവർ കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിയായ ശക്തിയുള്ള ഒഴുക്കിൽ ഇവർ പെട്ടുപോവുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അവിടെ സഞ്ചാരികൾ വരുന്നതിനും മറ്റും വിലക്കുണ്ട്. ഈ പ്രദേശത്ത് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നതിനടക്കം കനത്ത നിയന്ത്രണം ഏതായാലും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുംബൈയിലാണ് ഈ അപകടം
ഉണ്ടായത്. ഇതിൽ 3 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും വെള്ളക്കെട്ടും. മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരണം 11. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഡൽഹി സമയപ്പൂർ ബദലിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങിമരിച്ചത്. ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരനും മുങ്ങിമരിച്ചു. ഒക്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അണ്ടർപാസിൽ സ്കൂട്ടർ യാത്രികൻ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരിച്ചവരുടെ എണ്ണം 11. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിന്റെ പലയിടങ്ങളും തകർന്നു. സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം നടക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ വ്യക്തമാക്കി. ഗുജറാത്തിലും പഞ്ചാബിലും ശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിലും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG, 24, ഡൽഹി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 4 പേർ മുങ്ങിമരിച്ചു. വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 പേർക്ക് തിരയിൽപ്പെട്ട് ജീവൻ നഷ്ടമായി. കൊല്ലം ശീമാട്ടി സ്വദേശി അല്ലമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. എറണാകുളം കണ്ണമാലി ചാലിപ്പുറത്ത് കടലിലേക്കുള്ള ചാലിൽ യുവാവ് മുങ്ങിമരിച്ചു. പള്ളുരുത്തി സ്വദേശി രാഹുലാണ് മരിച്ചത്. കോട്ടയം തിടനാട് മധ്യവയസ്കനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ടാപ്പിംഗ് തൊഴിലാളിയായ സുനിൽ കാല് തെറ്റി തോട്ടിൽ വീണു എന്നാണ് നിഗമനം. തൃശൂർ കയ്പമംഗലത്ത് മീൻപിടുത്തത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 3 പേരും സാഹസികമായി നീന്തി കയറുകയായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് എന്ന ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ ബ്രാഞ്ച് അംഗത്തെ CPIM പുറത്താക്കി. എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് നടപടി. അർജുൻ ആയിങ്കി ഉൾപ്പെട്ട സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഭാഗമായിരുന്നു. 2 മാസം മുൻപെടുത്ത നടപടിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അർജുനെയും ആകാശ അടക്കമുള്ള ടീമിനെ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ച ആളുകളുണ്ടോ, നേതാക്കളുണ്ടോ കണ്ണൂരിൽ? തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ ആയിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഉള്ള കാര്യമൊന്നും ഇല്ലയെന്ന് പറയുന്നു, അതെന്തായാലും ഉണ്ടാവും. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിലെ ചിലരുടെ പിന്തുണ ലഭിക്കുന്നുവെന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന സംഘടനാ നടപടി. സ്വർണം പൊട്ടിക്കൽ സംഘത്തിനൊപ്പം പയ്യന്നൂർ കാനായിൽ വീട് വളഞ്ഞ സംഘത്തിൽ സജേഷും ഉൾപ്പെട്ടിരുന്നു. പാർട്ടി അംഗമായിരുന്ന സജേഷ് DYFI മേഖലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ സംഘത്തിനൊപ്പമാണ് സജേഷ് സ്വർണം പൊട്ടിക്കലിനായി എത്തിയത്. പയ്യന്നൂരിൽ വീട് വളഞ്ഞ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നാട്ടുകാർ പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നാലെ പരാതി പാർട്ടിക്ക് മുന്നിലെത്തുകയും ചെയ്തു. പ്രാദേശിക പാർട്ടി അംഗങ്ങൾ തെളിവ് സഹിതം നടപടി ആവശ്യം കടുപ്പിച്ചതോടെ പുറത്താക്കൽ. CPIMലെ പ്രധാന നേതാവിന്റെ ഡ്രൈവറായും സജേഷ് മുൻപ് പ്രവർത്തിച്ചിരുന്നു. CPIM നേതാക്കളായ P. ജയരാജൻ, M. ഷാജർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധ ആരോപണം ഉന്നയിച്ചാണ് മനു തോമസ് പാർട്ടി വിട്ടത്. തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ നടപടി സ്വീകരിച്ചെന്നും CPIMന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ മനു തോമസിന്റെ വെളിപ്പെടുത്തലടക്കമുള്ള വിവാദങ്ങൾ CPIMനെ സൃഷ്ടിച്ചത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി. ക്രിമിനലുകൾക്ക് പാർട്ടി തണൽ ലഭിക്കുന്നില്ലെന്ന് വാദിക്കുമ്പോഴും തുടർ വിവാദങ്ങൾ CPIMനെ പ്രതിരോധത്തിലാക്കുകയാണ്. 24 കണ്ണൂർ. CPIMനെതിരെ നിലപാട് കടുപ്പിച്ച് CPI. ചെങ്കുടി തണലിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. മുന്നണി വിടണമെന്ന് അഭിപ്രായപ്പെടാൻ പാർട്ടി അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്നും എന്നാൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യമില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇടതു പാർട്ടികളുടെ നയസമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബിനോയ് വിശ്വം വിശദമായ പ്രതികരണം നടത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെയും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും CPI സംസ്ഥാന സെക്രട്ടറി വിമർശനം തുടർന്നു. സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക അഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗമല്ല. ചെങ്കൊടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേപാകയിലും ശൂരനാട്ടും
എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. CPI മുന്നണി വിട്ട് UDFന്റെ ഭാഗമാകണമെന്ന അഭിപ്രായം ചില ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നു. പാർട്ടി അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നിലപാട് തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് ബിനോയ് വിശ്വം. LDFന് നേതൃത്വം നൽകാൻ CPIന് അർഹതയില്ലെന്ന് CPI തിരിച്ചറിയണമെന്നും മുന്നണി വിട്ട് അവർ പുറത്തുവരണമെന്നും UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടു. ഹസന്റെ പ്രതികരണത്തെ ചിരിച്ചു തള്ളുന്നുവെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. 24 തിരുവനന്തപുരം. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പുതിയ നേതൃത്വം. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. പ്രസിഡന്റായി മോഹൻലാൽ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു ഒഴിഞ്ഞതോടെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ സിദ്ദിഖിനെതിരെ മത്സരിച്ചെങ്കിലും ഔദ്യോഗിക പക്ഷത്തിന്റെ വിജയത്തോടെ സിദ്ദിഖിന് വിജയം. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി. പ്രസിഡന്റായി 3ാം തവണയും മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരാളികളില്ലാതെ വിജയിച്ചു. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ. അമ്മയുടെ ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വേണ്ടത് 4 വനിതകൾ. 3 പേർ മത്സരിച്ചെങ്കിലും തെരഞ്ഞെടുത്തത് ഒരാളെ മാത്രം. ഇതോടെ ഒരു വിഭാഗം പ്രതിഷേധമുയർത്തി. 1 മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ അനന്യയെയും സരയുവിനെയും അൻസിബയെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അവശേഷിക്കുന്ന ഒരാളെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കും. വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരാധീനനായാണ് ഇടവേള ബാബു സംസാരിച്ചത്. സൈബർ ആക്രമണങ്ങളിൽ താൻ ഒറ്റപ്പെട്ടെന്നും ആരും ഒപ്പമുണ്ടായില്ലെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇടവേള ബാബു വിഷമം പങ്കുവച്ചു. 24 കൊച്ചി. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. ഭരണപക്ഷം നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എന്നിവരുമായി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP ഇതര പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന് മമതാ ബാനർജി നിലപാടറിയിച്ചു. ഇന്ത്യ സഖ്യം സമാജ്വാദി പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് സൂചന. മല്ലികാർജ്ജുൻ ഖർഗെ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടിക ചോർന്ന സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം. കണ്ണൂർ ചൊക്ലി സ്റ്റേഷനിലെ 2 ASIമാരിൽ നിന്ന് കൂത്തുപറമ്പ് ACP മൊഴിയെടുത്തു. പട്ടിക ചോർന്നത് ഇവരിൽ നിന്നാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവിനായി KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പുറത്തായത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. സംഭവത്തിൽ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ പട്ടിക എങ്ങനെ ചോർന്നു എന്നന്വേഷിക്കാൻ DGP നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായാണ് പാനൂർ സ്റ്റേഷനിലെ 2 ASIമാരെ കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് ACP ചോദ്യം ചെയ്തത്. പ്രവീൺ, ഷാജു എന്നീ ASIമാരാണ് TP കേസ് പ്രതികളായ ഷാജി, അണ്ണൻ സജിത്ത് എന്നിവരുടെ ശിക്ഷാ ഇളവിന് മൊഴിയെടുക്കാൻ KK രമയെ വിളിച്ചത്. ഇവരിൽ നിന്നാണ് ശിക്ഷാ ഇളവിനുള്ള പട്ടിക പുറത്തുപോയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനിടെ TP കേസിലെ മറ്റൊരു പ്രതിയായ ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. 24 കണ്ണൂർ. CPIM സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശനം തുടരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണം എന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. ആലപ്പുഴ, കോട്ടയം ജില്ലാ കമ്മിറ്റികളിൽ നവകേരള സദസ്സിന് എതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആവർത്തിക്കുമ്പോഴാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ വിമർശനം തുടരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലും സമീപകാലത്തെ പതിവിന് വിരുദ്ധമായി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ജില്ലാ നേതൃയോഗങ്ങളിലേക്ക് വരുമ്പോൾ വിമർശനങ്ങൾക്ക് കടുപ്പം കൂടുതലാണ്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലിയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ക്ഷേമ പെൻഷൻ നൽകാതിരുന്നത് ധനവകുപ്പിന്റെ പിടിപ്പുകേടാണെന്നും ആക്ഷേപം. വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചും പിന്തുണച്ചും അംഗങ്ങൾ. EDയെ ഉപയോഗിച്ചുള്ള സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി AM ആരിഫ് വെളിപ്പെടുത്തി. നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമെന്ന് കോട്ടയം യോഗത്തിൽ അഭിപ്രായമുയർന്നു.
MP രാജേഷ്, വീണ ജോർജ് എന്നിവരുടെ പ്രകടനം പോരെന്നും വിമർശനമുണ്ടായി. തലസ്ഥാനത്ത് നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങളെ എത്തിച്ചെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. KSRTC ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ അപക്വമായ ഇടപെടലാണ് മേയറുടെയും MLAയുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്നും മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. എതിർ ശബ്ദങ്ങൾ ഉയർന്നില്ല എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പുറത്തിറക്കിയ ഡോക്യുമെന്ററി പിൻവലിച്ച സംവിധായകൻ. തൃശൂർ കുറ്റിമുക്ക് സ്വദേശി KR സുഭാഷ് 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി എന്ന ബ്രാൻഡിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് യുവതയോട് അറിയണം പിണറായി എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് നിലപാടില്ലാത്ത വ്യക്തിയായി മാറിയ സാഹചര്യത്തിലാണ് ഡോക്യുമെന്ററി പിൻവലിച്ചത് എന്നാണ് സംവിധായകന്റെ വിശദീകരണം. ഒരു കണ്ടന്റ് നിൽക്കുന്നത് ഡോക്യുമെൻ്ററി ഫിലിം മേക്കറെ സംബന്ധിച്ച് അതിൻ്റെ സത്യസന്ധത ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി നിലനിൽക്കില്ല. 2016 തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനെക്കുറിച്ചായിരുന്നു തൻ്റെ ഡോക്യുമെൻ്ററി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നിലപാടില്ലാത്ത വ്യക്തിയായി പിണറായി വിജയനെ കാണേണ്ടി വന്നു. അതിനാൽ ഡോക്യുമെൻ്ററി പിൻവലിക്കുകയാണെന്നും KR സുഭാഷ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന പിണറായിയെ കുറിച്ച് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററി ഈ അടുത്ത കാലത്തായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളില്ലാത്തൊരു മനുഷ്യനായിട്ട് കാണേണ്ടി വന്നു. അവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഡോക്യുമെൻ്ററി പിൻവലിക്കുക എന്നുള്ള സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഞാൻ ചെയ്തു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. VS അച്യുതാനന്ദൻ നിലപാടുകളുടെ പുറത്തു നിന്നിട്ടുള്ള വ്യക്തിയാണ്. സ്വന്തം മകനെതിരെ പറഞ്ഞത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നായിരുന്നു. പിണറായിക്ക് ആ നിലപാടില്ല. VS സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിച്ചോട്ടെ എന്നല്ലേ പറഞ്ഞ്. അത് പറയാൻ എത്ര ധൈര്യമുണ്ട്? ഇദ്ദേഹം വീണ വിജയൻ്റെ പേരിലോ അല്ലെങ്കിൽ മകൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് പറയൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഗുണ്ടാ സംഘമെന്നും വിമർശനം. വളരെ ദയനീയപ്പെട്ട അവസ്ഥ. ഒരു കണ്ണൂരത്തെ ഗുണ്ടാ സംഘം ഭരിക്കുന്ന പിണറായിയുടെ ഓഫീസ്. സാധാരണക്കാരന് ഇതില്ല. ഇനിയിപ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. പിണറായി വിജയന്റെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ പറഞ്ഞിരുന്ന ഡോക്യുമെന്ററി എഡിറ്റ് ചെയ്ത് വാഴ്ത്തുപാട്ടാക്കിയെന്നും സംവിധായകന്റെ തുറന്നു പറച്ചിൽ. ഒറ്റയാൻ പോക്കുണ്ടല്ലോ, അതൊരു വ്യക്തിക്ക് ആവാം, പക്ഷേ ഒരു പ്രസ്ഥാനത്തെ മുഴുവനും കൊണ്ടുപോയി തൻ്റെ കുടുംബത്തെ കൊണ്ട് കെട്ടി പോകുന്ന നിലപാടുകളെയും ജീവിതത്തെയൊക്കെ മറന്നു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയേ പറ്റൂ. ആ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. പ്രതിഷേധ സൂചകമായി ഡോക്യുമെന്ററി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പിൻവലിച്ചു. 24 തൃശൂർ. പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളിയുണ്ടായി. വിവാദ പ്രാദേശിക നേതാവ് CC സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. 2017 വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിലും പിന്നീട് ഈ കുഞ്ഞിന്റെ DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയിരുന്ന കേസിലും തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന CC സജിമോൻ പ്രതിയായിരുന്നു. വനിതാ നേതാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കേസിലും സജിമോൻ പിന്നീട് പ്രതിയായി. ആദ്യഘട്ടത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കിയെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് സജിമോനെ പുറത്താക്കുകയായിരുന്നു. കൺട്രോൾ കമ്മീഷനിൽ പരാതി നൽകി 1 മാസം മുൻപാണ് സജിമോനെ പിന്നീട് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത്. ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്നലെ ചേർന്ന തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ തർക്കവും പിന്നീട് കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് CC സജിമോനെ ഇറക്കിവിട്ടു. ഇന്നലെ രാത്രിയോടെ തന്നെ സജിമോനെതിരെ പാർട്ടി ഓഫീസ് പരിസരത്തും തിരുവല്ല നഗരത്തിലും പോസ്റ്ററും പതിച്ചു. എന്നാൽ പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് സജിമോനെ തിരിച്ചെടുത്തതെന്നാണ് തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V. ആന്റണിയുടെ പ്രതികരണം. അത് കൺട്രോൾ കമ്മീഷൻ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉയർന്ന ഘടകത്തിലേക്ക് പോകാം. അവരത് പരാതി സ്വാഭാവികമായിട്ട് ജനാധിപത്യപരമായി പരാതി കൊടുക്കാനുള്ള അവകാശം. ആ പരാതിയുടെ പേരിൽ തീരുമാനം പുനഃപരിശോധിച്ച് വന്നാൽ ആ തീരുമാനം നടപ്പിലാക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഞങ്ങളായ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച CC സജിമോൻ പോസ്റ്റർ പതിച്ചതിന് പിന്നിൽ പാർട്ടി വിരുദ്ധരാണെന്ന് പ്രതികരിച്ചു. കാരണം എൻ്റെ പേര് വെച്ചുകൊണ്ട് പാർട്ടിയെ സമൂഹത്തിൽ അപമാനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് പറയുന്ന സ്ത്രീക്ക് പരാതിയില്ല. ഈ കഴിഞ്ഞ പരാതി കൺട്രോൾ കമ്മീഷനിൽ ഞാൻ പോകാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാലും എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് പറയുന്ന ആ സ്ത്രീക്ക് പരാതിയില്ല എനിക്കെതിരെ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ 24 പത്തനംതിട്ട.
കരുവന്നൂർ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPIM, EDയും കേന്ദ്ര ഏജൻസികളും ഏറെക്കാലമായി കേരളത്തിലെ ഇടതു പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നുവെന്ന് K. രാധാകൃഷ്ണൻ MP. കരുവന്നൂരിലെ നടപടികൾ തുടക്കം മാത്രമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. കരുവന്നൂർ കേസിൽ CPM-നെ പ്രതി ചേർത്ത് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങിയതോടെ CPIM-ഉം പ്രതിരോധം കടുപ്പിക്കുകയാണ്. സഹകരണ മേഖലയെക്കുറിച്ച് ദുഷ്പ്രചരണം നടക്കുന്നുവെന്നും അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കില്ലെന്നും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. തങ്ങൾക്ക് പറ്റാത്ത എല്ലാ സംഘടനകളെയും നേതാക്കളെയും തകർക്കുക എന്ന നിലപാട് കുറെ വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വാദിച്ചിട്ടില്ല. അതേസമയം CPM ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശ്രീ നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞു, കേരളത്തിൽ സഹകരണ കൊള്ള നടത്തി സമാഹരിച്ചിട്ടുള്ള സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുത്ത് അത് പാവപ്പെട്ട നിക്ഷേപകർക്ക് കൊടുക്കും എന്നുള്ള വാഗ്ദാനം ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഇവിടെ പരസ്യമായി പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂർ കേസിലെ ED നീക്കത്തിനെതിരെ നിയമപോരാട്ടത്തിനൊപ്പം ജനകീയ പ്രതിരോധത്തിന് കൂടി ഒരുങ്ങുകയാണ് CPIM. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM കോട്ടകൾ കേന്ദ്രീകരിക്കാൻ BJP. പാർട്ടി ഗ്രാമങ്ങളിൽ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തീരുമാനം. PK കൃഷ്ണദാസിനാണ് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ചുമതല. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP നിർണായക ശക്തിയെന്ന് സംസ്ഥാന നേതൃയോഗം വിലയിരുത്തുന്നു. ഈ മണ്ഡലങ്ങളിൽ 30,000-ന് മുകളിൽ വോട്ട് BJPക്കുണ്ട്. അടിസ്ഥാന ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് BJPക്ക് ലഭിച്ചു. ഈഴവ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയേറി ആദിവാസി മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കി. പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലും പുന്നപ്ര, വയലാർ, പാറപ്പുറം തുടങ്ങി ചരിത്രപ്രസിദ്ധമായ ഇടങ്ങളിലും BJP മുന്നേറ്റം പ്രകടം. CPIM ശക്തി കേന്ദ്രങ്ങളിൽ വൻ നേട്ടമുണ്ടാക്കാൻ BJPക്കായി. 15% നിന്ന് 20%-ലേക്ക് വോട്ട് ഷെയർ എത്തുമ്പോൾ ലഭിച്ചതിലേറെയും CPIM വോട്ടുകൾ. ഉദുമ മുതൽ തലശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നിരന്തര ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. പാർട്ടി ഗ്രാമങ്ങളിൽ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. തലശ്ശേരി കേന്ദ്രീകരിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചുമതല PK കൃഷ്ണദാസിന് നൽകി. മറ്റു മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനായപ്പോൾ തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നേടാനായില്ലെന്ന വിമർശനം ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ ഉയർന്നു. നഗരത്തിൽ BJP വോട്ടുകൾ യഥാവിധി പോൾ ചെയ്യിക്കാനായില്ല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരമേഖലകളിൽ പിന്നോക്കം പോയത് പരിശോധിക്കും. BDJS മത്സരിച്ച 4 സീറ്റുകളിൽ കൂടി വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ വോട്ട് ഷെയർ 22%-ന് മുകളിലായേനെയെന്നും നേതൃയോഗം വിലയിരുത്തി. ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP പ്രാഥമിക ആലോചന ആരംഭിച്ചു. വയനാട്ടിൽ ശോഭാ സുരേന്ദ്രൻ, AP അബ്ദുള്ളക്കുട്ടി, സന്ദീപ് വാര്യർ എന്നീ പേരുകളാണ് പരിഗണനയിൽ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ C. കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് എന്നീ പേരുകളും ചേലക്കരയിൽ TN സരസുവിന്റെ പേരിനുമാണ് മുൻതൂക്കം. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. കർണാടക കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന് താൽക്കാലിക ശമനം. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർക്കും MLA-മാർക്കും നേതൃത്വം മുന്നറിയിപ്പ് നൽകി. സർക്കാരിലെ നേതൃമാറ്റത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുള്ള പരസ്യപ്പോര് തുടർന്നാൽ പാർട്ടിക്കും സർക്കാരിനും ഗുണകരമാകില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കൂടാതെ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്നും AICC നേതൃത്വം വിലയിരുത്തുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് KPCC അധ്യക്ഷൻ കൂടിയായ DK ശിവകുമാർ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിന്നാലെ DK ശിവകുമാറും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിദ്ധരാമയ്യ സർക്കാരിന്റെ 1 വർഷം മാത്രം പൂർത്തിയായ ഘട്ടത്തിൽ അധികാരമാറ്റ ചർച്ചകൾ ആവശ്യമില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഇത് സിദ്ധരാമയ്യ വിഭാഗത്തിന് താൽക്കാലിക ആശ്വാസമാണ്. അതേസമയം ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ നിന്ന് മന്ത്രിമാർ പിന്നോട്ടു പോകാൻ സാധ്യതയില്ല. 24 ബംഗളൂരു. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മാസപ്പടി വിവാദത്തിലും മുഖ്യമന്ത്രിക്ക് വിമർശനം. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തിന് മൗനം പാലിച്ചു എന്ന ചോദ്യം അംഗങ്ങൾ ഉയർത്തി. സ്പീക്കർ AN ഷംസീറിന് ബിസിനസ്സുകാരുമായുള്ള ബന്ധത്തിലും വിമർശനമുയർന്നു. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ഷഫീദ്.
ഉന്മേഷ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചേരുന്ന CPM ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളിലും സമാനമായ രീതിയിൽ വിമർശനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കാര്യമായ വിമർശനം ഉയരുകയാണ്. മകൾ വീണ വിജയനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തിന് മൗനം പാലിച്ചു? മാത്രമല്ല, കൊടിയേരിയെ പോലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയാത്തതെന്ത്? മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിട നൽകിയെന്നും ചില അംഗങ്ങൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, സ്പീക്കർ AN ഷംസീറിനെതിരെയും രൂക്ഷ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. സ്പീക്കർക്ക് തലസ്ഥാനത്തെ ചില ബിസിനസ്സുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേരാത്തതാണ് എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രധാനമായും ഉയർന്നത്. ഏതായാലും എതിർ ശബ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾക്കെതിരെ ഉയരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. SFIO അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ CMRL നൽകിയ കേസിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി. SFIO അന്വേഷണം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷോൺ ജോർജിന്റെ ഹർജി. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ആർക്കെ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത്? ഈ CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ഷോൺ ജോർജിന്റെ ഹർജി. ഷോൺ ജോർജ് ഹർജിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾ അടക്കമുള്ളവ പരിഗണിക്കണം എന്നുള്ള വാദമാണ് അദ്ദേഹം ഉയർത്താനായിട്ട് ശ്രമിക്കുന്നത്. വലിയ രീതിയിലുള്ള അഴിമതി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അത് മൂടിവെക്കാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. SFIO അന്വേഷണം അനിവാര്യമാണ്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് അടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ഷോൺ ജോർജ് കക്ഷി ചേരാനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ അഞ്ചാമത്തെ കക്ഷിയായിട്ട് തന്നെ ചേർക്കണം എന്നുള്ള അപേക്ഷയാണ് ഷോൺ ജോർജ് ഇപ്പോൾ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്ത് പരിപാടിയിൽ കേരളത്തിൽ അട്ടപ്പാടിയെക്കുറിച്ച് പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെ പ്രകീർത്തിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 23 മുതൽ നിർത്തിവെച്ച പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് പുനരാരംഭിച്ചു. മൂന്നാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ തന്നെ മോദി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചു. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെ പ്രധാനമന്ത്രി വിശദമായി ലോകത്തിന് പരിചയപ്പെടുത്തി. കേരള അട്ടപ്പാടി ये रंग बिरंगे छाते बहुत शानदार होते हैं और खासियत ये इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായുള്ള മാതാവിന്റെ പേരിൽ ഒരു വൃക്ഷം പദ്ധതിയുടെ ഭാഗമാകാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മൻ കി ബാത്തിൽ നീറ്റ് ക്രമക്കേട്, ട്രെയിൻ അപകടം അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ലെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിയ മോദിയാണ് ഇപ്പോൾ കേരളത്തിലെ കുടകളെക്കുറിച്ച് പറയുന്നതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര വിമർശിച്ചു. 24 ഡൽഹി. പ്രൈം ന്യൂസിലേക്ക് തിരികെ. KSRTC കണ്ടക്ടർക്ക് നേരെ അസഭ്യവർഷം നടത്തിയാൽ പിടിയിലായി. കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ഷിബുവിനെയാണ് അടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചക്കുളത്തുകാവിലേക്ക് സർവീസ് നടത്തിയ അടൂർ ഡിപ്പോയിലെ ബസ്സിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ശമ്പളം കിട്ടാത്ത നിനക്കിത്ര അഹങ്കാരമോ എന്ന് ചോദിച്ച് ഷിബു കണ്ടക്ടറോട് തട്ടിക്കയറുകയായിരുന്നു. മറ്റ് യാത്രക്കാരോടും കയർത്തു. ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. കണ്ടക്ടറുടെ പരാതിയിലാണ് ഷിബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. താൻ മദ്യലഹരിയിൽ ആയിരുന്നുവെന്നാണ് ഷിബുവിന്റെ മൊഴി. ലത്തീൻ കത്തോലിക്ക സഭ വരാപ്പുഴ അതിരൂപത സഹായമെത്രാനായി ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലിങ്കൽ ചുമതലയേറ്റു. കൊച്ചി വല്ലാർപാടം സെന്റ് മേരീസ് ബസലിക്ക ദേവാലയത്തിൽ നടന്ന ചടങ്ങിന് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ, സീറോ മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ ഉൾപ്പെടെ വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരും വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസ അറിയിച്ചു. പാലക്കാട് തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ മൈക്ക് വെടിവെച്ചു. ആരോഗ്യനില തൃപ്തികരമെങ്കിൽ വനത്തിലേക്ക് തുറന്നുവിടാനാണ് തീരുമാനം. വയനാട് ബാവലി കബനിപ്പുഴയിൽ ആനക്കൂട്ടം ഒഴുക്കിൽപ്പെട്ടു. അമ്പലപ്പാറ ജനവാസ മേഖലയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ഇട്ടവാരി വനത്തോട് ചേർന്ന് കണ്ടെത്തിയ കൊമ്പനെ ചികിത്സയ്ക്കായി മൈക്ക് വെടിവെച്ചു. ആനയുടെ കാലിന് സാരമായ പരിക്കുണ്ട് എന്നാണ് നിഗമനം. വെറ്ററിനറി ഡോക്ടേഴ്സ് അടങ്ങിയ സംഘം ആനയെ പരിശോധിച്ചു. ആരോഗ്യനില നോക്കിയ ശേഷം വനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. ബാവലി കബനിപ്പുഴയിൽ കാട്ടാനകൾ ഒഴുക്കിൽപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുറുവ ദ്വീപിനടുത്തുള്ള മീൻകൊല്ലി പ്രദേശത്താണ് സംഭവം.
ഒഴുക്കിൽപ്പെട്ട കുട്ടിയാനയ്ക്ക് പിന്നാലെയാണ് മറ്റാനകൾ വെള്ളത്തിലേക്ക് ചാടിയത്. എല്ലാ ആനകളും വനത്തിലേക്ക് കയറിപ്പോയി. പ്രദേശവാസികളായ ബാബു, സുശാന്ത്, സുബീഷ് എന്നിവരാണ് ദൃശ്യം പകർത്തിയത്. 24 പാലക്കാട്, വയനാട്. കോതമംഗലം വടാട്ടുപാറയിൽ യുവതിയെ കാണാനില്ല എന്ന് പരാതി. വടാട്ടുപാറ സ്വദേശി റീജ പോലീസിനെയാണ് കാണാതായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവതി വീട് വിട്ടത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലോ ഫോൺ നമ്പറിലോ അറിയിക്കണം. 8943151105 8281865884 ഈ നമ്പറിലോ വിവരം അറിയിക്കണം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.